ഇടതുപക്ഷത്തിരിക്കുന്ന ആളുകൾ പുറമേക്ക് നിരീശ്വരവാദികളായിട്ട് അഭിനയിക്കുമെങ്കിലും കോൺഗ്രസ്സുകാരെക്കാളും ബി ജെ പിക്കാരെക്കാളിലൊക്കെ ഈശ്വരവിശ്വാസമുള്ളവരാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. ശബരിമല എന്ന് പറഞ്ഞാൽ പണം കായ്ക്കുന്ന ഒരു മരമായിട്ട് മാറി. അത് വെറുതെ പിടിച്ച് കുലിക്കാൻ മതി. കുലിക്കില്ലെങ്കിൽ പോലും ആ ഈ പണം ഇങ്ങനെ അടർന്നടർന്ന് ഉതിർന്ന് വീഴുന്ന സ്ഥലമായിട്ട് മാറി. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും അഴിമതിക്കാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു തരംതിരിവ് ഉണ്ടാക്കുന്നത് ശരിയല്ല. കാരണം കാലാകാലങ്ങളായിട്ട് ജാതി മതഭേദമന്യേ ആളുകൾ പോകുന്ന സ്ഥലമാണ്. രാഷ്ട്രീയമായിട്ട്, തികച്ചും രാഷ്ട്രീയമായിട്ട് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ CPM-ന് സമീപകാലത്ത് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ശബരിമലയിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ഈ വരുന്ന ആളുകൾ ഇപ്പോൾ 3 ദിവസം ശബരിമലയിൽ താമസിച്ച് ദർശനം നടത്താമെന്നൊക്കെ പറഞ്ഞ് എന്തൊരു അസംബന്ധമാണ് ആലോചിച്ചു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അയ്യപ്പ സംഗമം കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്തു വരികയാണ്. ഇടത് BJP നേതാക്കൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ഈ വിഷയം കാരണമായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ BJP നേതാവ് പറയുന്നത്, ആചാര ലംഘനം നടത്തിയ പിണറായി വിജയൻ ഇത്തരത്തിൽ അയ്യപ്പ സംഗമം നടത്തുകയല്ല, ആദ്യം മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് അയ്യപ്പനോട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് പരിശോധിക്കാം, ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കറിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇതിപ്പോൾ ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എങ്കിൽ ഇത്രയേറെ വലിയ വിമർശനം ഉണ്ടാകുമായിരുന്നില്ല, അതിശയം തോന്നുമായിരുന്നില്ല. ഇടത് പക്ഷമാണ് ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമമാണ് നടത്തുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും വിമർശനവും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉയർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ കൂടി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ കാര്യത്തിൽ അങ്ങ് കരുതുന്നത്? അല്ല, ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ സംഗമം നടത്തരുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇടതുപക്ഷത്തിരിക്കുന്ന ആളുകൾ പുറമേക്ക് നിരീശ്വരവാദികളായിട്ട് അഭിനയിക്കുമെങ്കിലും കോൺഗ്രസ്സുകാരെക്കാളും ബി ജെ പിക്കാരെക്കാളിലൊക്കെ ഈശ്വരവിശ്വാസമുള്ളവരാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. യഥാർത്ഥത്തിലുള്ള നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇപ്പോൾ ഏറെക്കുറെ ഇടതുപക്ഷത്ത് നിന്ന് വളരെ അകലം പാലിക്കുന്നവരുമാണ്. പണ്ടൊക്കെ ഇടതുപക്ഷം ഈസിക്വൽ ടു നിരീശ്വരവാദം, യുക്തിവാദം, ഭൗതികവാദം എന്നൊക്കെയായിരുന്ന അർത്ഥം. അപ്പോൾ ആ അർത്ഥമൊക്കെ പോയി. ഇപ്പം അങ്ങനെയുള്ള അർത്ഥമൊന്നും പഴയ പോലെ ഇല്ല. എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന MLA-മാരിൽ ചിലരെങ്കിലുമൊക്കെ ആ ഇടയ്ക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ എന്ന് നമ്മൾ കാണുന്നുണ്ട്. വീണ ജോർജ് MLA ആയിട്ടും മന്ത്രിയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അതുപോലെ ഐഷ പോറ്റി, MM മോനായി, ഇവരൊക്കെ ദൈവനാമത്തിൽ സത്യസന്ധമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. എനിക്ക് അവരോട് ബഹുമാനമുള്ളത്. കാരണം എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ ദൈവവിശ്വാസിയായിട്ടിരിക്കും, എന്നിട്ട് ഞങ്ങൾ നിരീശ്വരവാദികളായിട്ട് ആണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക, ദൃഢപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല എന്ന് ഞാൻ വിചാരിക്കും. ഉദാഹരണത്തിന്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു MLA ഉണ്ടല്ലോ, അത് ഇപ്പോഴും MLA ആണ്. അദ്ദേഹം നിയമസഭയിലേക്ക് ജയിക്കുമ്പോൾ ദൈവവിശ്വാസിയല്ല, ആ ദൃഢപ്രതിജ്ഞ എടുക്കും. അദ്ദേഹം തന്നെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ദൈവവിശ്വാസിയാണ്, വിഗ്രഹാരാധനയിൽ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യും. അതുപോലെ K. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൊടുത്തു. അദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ്. എടുത്തു പറഞ്ഞിട്ടാണ്, വെറുതെ ദൈവനാമത്തിൽ അല്ല, അതെ, അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം തന്നെ നിയമസഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുക്കും. അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ആ ദൈവവിശ്വാസികൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെയാണ് സത്യം. അതാണ് കൂടുതൽ ശരി, അതാണ് നന്മ എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷത്തിരിക്കുന്നു എന്നതുകൊണ്ട് ഇവരൊക്കെ നിരീശ്വരവാദികളാണെന്ന് അർത്ഥമൊന്നുമില്ല. അവരൊക്കെ ഉള്ളുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ്സിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ദൈവവിശ്വാസികളാണ് എന്ന് വിചാരിക്കാനും കാര്യമില്ല. അതിന് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ആ ദൈവത്തിന് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവം ഇവരുടെ പേരിൽ ശിക്ഷാ നടപടിയൊന്നും സ്വീകരിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന ആശയം വളരെ മോശപ്പെട്ട ഒന്നാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. തീർച്ചയായിട്ടും ശബരിമല ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് കേരളീയരുടെ മാത്രം ഒരു മൂർത്തിയായിരുന്നു, ഒരു ആരാധന മൂർത്തിയായിരുന്നു ഒരു കാലത്ത്. കേരളത്തിനകത്ത് തന്നെ ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അയ്യപ്പ വിശ്വാസികൾ ഇത്ര അധികം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ശബരിമലയ്ക്ക് പോകാമെന്ന് വെച്ചാൽ വളരെ
ദുർഗമമാണ്, വളരെ ദുർഘടം പിടിച്ച സ്ഥലത്താണ് ഈ ശാസ്താവ് ഇരുന്നത്. ഇപ്പോൾ രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത് നമ്മുടെ ഈ യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു, വാഹന സൗകര്യം മെച്ചപ്പെട്ടു. സർക്കാർ സംവിധാനത്തിലും സ്വകാര്യ സംവിധാനത്തിലും ശബരിമലയ്ക്ക് എത്തുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒന്ന്. രണ്ടാമത് ശബരിമല പണ്ട് വലിയ വനപ്രദേശമായിരുന്നു. ഇപ്പം അത്ര വലിയ വനം എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതൊരു ടൗൺഷിപ്പ് പോലെയായി തീർന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് കുറച്ചുകൂടി ആക്സസിബിളായിട്ട് മാറി. മാത്രമല്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ വൃശ്ചികമാസം 1-ാം തീയതി തൊട്ട് മകരമാസം 1-ാം തീയതി വരെ ശബരിമലയിൽ ദർശനം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ലോ, ഓരോ മാസത്തിലും ആദ്യത്തെ 3 ദിവസമായിരുന്നു, പിന്നെ ആദ്യത്തെ 5 ദിവസം ദർശനമുണ്ട്. അപ്പോൾ വലിയ തിക്കും തിരക്കും ഇല്ലാതെ ശബരിമലയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കർക്കിടക മാസത്തിൽ പോകാം, അല്ലെങ്കിൽ കുംഭമാസത്തിൽ പോകാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ ശബരിമല അത്രയും ദുർഘടമായ ഒരു സ്ഥലമല്ല, കൂടുതൽ ആളുകൾക്ക് എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അതനുസരിച്ച് ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചു. സാധാരണയിൽ ഇത് ആൾ കൂടുന്നതനുസരിച്ച് തിരക്ക് കൂടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ദിവസങ്ങളിൽ നട തുറക്കുമ്പോഴും അതനുസരിച്ച് തിരക്ക് വർദ്ധിക്കുകയാണ്. കാരണം കേരളത്തിന് പുറത്ത് നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നൊക്കെ ധാരാളമായിട്ട് 10,000-കണക്കിന് ഭക്തന്മാർ വരാൻ തുടങ്ങി. അപ്പോൾ അതനുസരിച്ച് ശബരിമലയിലെ വരുമാനം വർദ്ധിച്ചു, അതനുസരിച്ച് ദേവസ്വം ബോർഡിൻ്റെ വരുമാനം വർദ്ധിച്ചു, അതനുസരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട അഴിമതി വർദ്ധിച്ചു. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല എന്ന് പറഞ്ഞാൽ പണം കായ്ക്കുന്ന ഒരു മരമായിട്ട് മാറി. അത് വെറുതെ പിടിച്ച് കുലിക്കാൻ മതി, കുലിക്കില്ലെങ്കിൽ പോലും ഈ പണം ഇങ്ങനെ അടർന്നടർന്ന് ഉതിർന്ന് വീഴുന്ന സ്ഥലമായിട്ട് മാറി. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും അഴിമതിക്കാണ്. യഥാർത്ഥത്തിൽ ധർമ്മശാസ്താവിന് ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ഈ അഴിമതിക്കാരെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ഒക്കെ അഴിമതിക്ക് യാതൊരു കുറവില്ല. ശബരിമലയിൽ ഏതെങ്കിലും ഒരു തസ്തികയിൽ കയറി പറ്റാനായിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന തിക്കുകൂട്ടൽ കണ്ടാൽ നമുക്കറിയാം. അതല്ലെങ്കിൽ അവിടെ പോസ്റ്റ് കിട്ടാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ലാഭങ്ങളിലിരിക്കാനായിട്ട് മറ്റ് ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന പരാക്രമം കാണുമ്പോൾ നമുക്കത് വ്യക്തമാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും നടമാടുന്ന ഒരു സ്ഥലമാണ് ശബരിമലയിലെ. ഞാനിതുവരെ ശബരിമലയ്ക്ക് പോകാത്ത ആളാണ്. പക്ഷേ ശബരിമലയിലെ പ്രസാദത്തോട് നമുക്ക് ആശയപരമായിട്ട് അല്ലെങ്കിൽ ആവാശയപരമായിട്ട് യോജിപ്പുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കിട്ടിയതല്ലേ, എൻ്റെ ചെറുപ്പകാലത്ത് കിട്ടിയിരുന്ന അപ്പത്തിൻ്റെ അരവണയുടെ സ്വാദ് എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. ഇപ്പോഴത്തെ അരവണയും അപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോട് തന്നെ വലിയ ഒരു സഹതാപം തോന്നും. കാരണം അത്രയും മോശപ്പെട്ട വസ്തുക്കൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നത്. അത്രയും അരുചികരമായ ഒരു പ്രസാദമാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു അപജയം അല്ലെങ്കിൽ ഒരു ജീർണത ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും ഉണ്ട് എന്ന് കരുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുക, അതുകൊണ്ട് എന്ത് വിശേഷം ഉണ്ടാവും, അതുകൊണ്ട് ശാസ്താവിന് എന്ത് പ്രയോജനം ഉണ്ടാവും, അല്ലെങ്കിൽ സാധാരണക്കാരായ ഭക്തന്മാർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കണം. അതിൻ്റെ രാഷ്ട്രീയ വശം രണ്ടാമതൊന്നാണ്. അതെ, രാഷ്ട്രീയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി നടത്തുന്നത് കൊണ്ട് ശബരിമല ക്ഷേത്രത്തിന് എന്തെങ്കിലും ഒരു അഭ്യുന്നതി ഉണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാർക്ക് അടുത്ത വർഷം മുതൽക്ക് ദർശനത്തിന് അങ്ങിപ്പോ പറയുന്ന ഈ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പഴയ ആഗോള പ്രവാസി സംഗമമാണ്. അതെ. അല്ല, അത് പിന്നെ കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലത്ത് വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് സർക്കാരിൻ്റെ ആതിഥ്യം അനുഭവിച്ച് തിരിച്ചു പോകാം. പിന്നെ ഈ വ്യവസായികളിൽ നിന്നൊക്കെ പാർട്ടിക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് വല്ല സംഭാവനയൊക്കെ സ്വീകരിക്കാം. പിന്നെ ചില ആളുകൾക്ക് ലോക കേരള സഭ മെമ്പർ എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കാനുള്ള അവസരം എന്ന് വിചാരിക്കും. അത്രയൊക്കെ ഉള്ളൂ. AK ആൻ്റണി നടത്തിയ ആഗോള നിക്ഷേപക സംഘവും ഉമ്മൻചാണ്ടിയുടെ എമർജിങ് കേരളയും ഈ സർക്കാരിൻ്റെ ഇതുപോലുള്ള പല പേരുകൾ മാറുന്നു മാത്രമുള്ള മൂലധന നിക്ഷേപമൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം വ്യവസായികൾ കേരളത്തെ പറ്റി അറിയാവുന്നവരാരും തന്നെ ഇവിടെ നിക്ഷേപിക്കാൻ ധൈര്യപ്പെടുകയില്ല. ഇനി ധൈര്യപ്പെട്ടവരുണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ധൈര്യം അസ്തമിക്കുകയും അവരിവിടെ നിന്ന് കുറ്റിയും പിഴുന്ന് ഓടിക്കളയുകയും ചെയ്യും. ഇതിപ്പോൾ അയ്യപ്പസ്വാമിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇദ്ദേഹത്തിന് വേറെ ബ്രാഞ്ചുകളില്ല. അതുകൊണ്ട് ശബരിമലയായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഒരു സംഗമത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും? ആരാണ് ഇതിന് ഈ ഭക്തന്മാരെ പ്രതികരിച്ച് വരുന്നതാണ്? ആഗോള ഭക്തന്മാരാരൊക്കെയാണ്, ഈ പ്രാദേശിക ഭക്തന്മാരാരൊക്കെയാണ്, ഇതൊക്കെ നമ്മളിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അല്ല, ഈ സ്റ്റാലിൻ്റെ പേര് വെച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സ്റ്റാലിൻ അയ്യപ്പ ഭക്തനാണോ അല്ലെങ്കിൽ ഭക്തനാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല, അത് വേറൊരു സംഗതിയാണ്. സ്റ്റാലിനെ വിളിച്ചു, അദ്ദേഹത്തിന് വരാൻ സൗകര്യമില്ലെന്ന് അറിയിച്ചു. സ്റ്റാലിൻ കുറച്ചുകൂടി സത്യസന്ധരായതുകൊണ്ട് അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞു. അതിന് പകരം തമിഴ്നാട്ടിൽ നിന്ന് ദേവസ്വം മന്ത്രി വരുന്നുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലൊക്കെ പോയി മന്ത്രിമാരെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം
അവരുടെ കൂടി പാർട്ടിസിപ്പേഷൻ ശരിയായ നല്ല ഉദ്ദേശത്തിലാണ് നടത്തണമെങ്കിൽ ഇതിന് ആവശ്യമാണ്, അനിവാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി എങ്ങനെയാണ് ഈ ശബരിമല ക്ഷേത്രം പ്രസിദ്ധമായത് അതറിയാമോ ലിയോയ്ക്ക്? ഞാൻ ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതിനേക്കാൾ മുമ്പ് 1ലോ 2ലൊക്കെ പഠിക്കുന്ന സമയത്ത് അയ്യപ്പ ജ്യോതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അതെ. FICTയിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന ശ്രീ MKK നായരാണ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. MKK നായർ വലിയൊരു അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ ഈ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ഒരു ദീപം, അത് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൊക്കെ വരികയും നമ്മുടെയൊക്കെ എത്ര 5 രൂപയായിട്ട് കൊടുത്താൽ അതിൽ നിന്ന് നമ്മുടെ വീട്ടിലെ വിളക്കിലേക്ക് തീ കൊളുത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അങ്ങനെ ഈ അയ്യപ്പ സ്വാമിയുടെ ഒരു പ്രസിദ്ധി സാധാരണക്കാരിലേക്ക് വരെ എത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പണ്ട് അങ്ങനെ അതാണ് നടന്നിട്ടുണ്ടായിരുന്നില്ലേ? ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ആഹാ. ഏതാ പണ്ട് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു ഉണ്ടായിരുന്നോ? സംഭവം ഉണ്ടായിരുന്നു. ആഹാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അത് വന്നതും. ആളുകൾ വിളക്ക് വളരെ ഭക്തിയാദരപൂർവ്വം ആ നിലവിളക്കിലേക്ക് ഇതിൽ നിന്ന് ദീപം പകർന്നെടുത്തു. എനിക്ക് നല്ല കണ്ടുകൊണ്ട് കണ്ട പോലെ ഇപ്പോഴും ഓർമ്മയുണ്ട്. കൃത്യമായ ഓർമ്മയുണ്ട്. അയ്യപ്പ ജ്യോതി ഇതാ വരുന്നു എന്നുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അത് 69 70 ആയിരിക്കും, അല്ലെങ്കിൽ 71 ഏറ്റവും കൂടുതൽ. അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് സുപ്രസിദ്ധ സിനിമാ നിർമ്മാതാവ് മെർലാൻഡ് സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നു, മരിച്ചുപോയി. സുബ്രഹ്മണ്യത്തിൻ്റെ വിഖ്യാതമായ സ്വാമി അയ്യപ്പൻ എന്ന സിനിമ, അതെ, ആ സിനിമ വലിയൊരു ഹിറ്റായിരുന്നു. അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ മറ്റു ഭാഷകളിലേക്ക് അത് ഡബ് ചെയ്തിട്ട് മറ്റ് ഭാഷകളിലൊക്കെ വലിയ വിജയമായിരുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഈ അയ്യപ്പൻ്റെ ഒരു സന്ദേശം എത്തിയത്. ഇങ്ങനെ ഒരു ആരാധനാമൂർത്തി കേരളത്തിലും ഉണ്ട് എന്ന് ഈ സിനിമ വലിയൊരു പ്രധാനപ്പെട്ട മീഡിയ ഉള്ളൂ. അതെ. ഈ സിനിമ കണ്ടവരൊക്കെ അയ്യപ്പസ്വാമിയെക്കുറിച്ച് അറിയുക. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തന്മാർ വരാൻ തുറന്നിരിക്കുന്നു. അപ്പോൾ ശരിക്കും അയ്യപ്പസ്വാമിയുടെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ സിനിമാ നിർമ്മാതാവായിരുന്ന സുബ്രഹ്മണ്യമായിരുന്നു. അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഇപ്പോൾ ഇത് തന്നെ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് ഇപ്പോൾ ഇറക്കിയാൽ പോലും ഇനി വടക്കേറ്റ് എന്നൊക്കെ ഭക്തന്മാർ വരാൻ തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറൊരു കാര്യം പറയും, ഈ മലയാളികൾ എവിടെ പോയാലും മലയാളി സ്വത്വത്തിൻ്റെ ഒരു ഭാഗമാണ് അയ്യപ്പസ്വാമി. പൂനെയിൽ മലയാളികൾ കൂടുതലുള്ള സ്ഥലമാണ്. 1,60,000-ഓളം മലയാളികളുണ്ട്. അവിടെ 18 അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ക്ഷേത്രത്തിന് 18 പടി വരെ ഉണ്ട്. കാരണം ഇത് മലയാളികളുടെ മാത്രമായിട്ടുള്ള ഒരു ദൈവമാണ് അയ്യപ്പൻ. അത് വേറൊരാൾക്ക് സങ്കല്പിക്കാതെ, അതായത് ഇങ്ങനൊരു മൂർത്തിയെക്കുറിച്ച് ചിന്തിക്കാനോ അത് ഉൾക്കൊള്ളാനോ പറ്റുകയില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റേ എല്ലാ ദേവീദേവന്മാരും ഒരു പാൻ ഇന്ത്യൻ അപ്പീലുള്ളവരാണ്. ഇപ്പോൾ ഗണപതി ആണെങ്കിലും സുബ്രഹ്മണ്യനാണെങ്കിലും ശിവനാണെങ്കിലും സരസ്വതി ആണെങ്കിലും മഹാവിഷ്ണു ആണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്. മലയാളിക്ക് മാത്രമായിട്ടുള്ള ഒരു ഈശ്വരനാണ്, ഒരു മൂർത്തി, ആരാധനാ മൂർത്തിയാണ് അയ്യപ്പൻ. അതുകൊണ്ട് തന്നെ ഇത് വളരെ പേഴ്സണലായിട്ടൊരു ബന്ധവും കൂടിയുണ്ട് ഈ ശബരിമല അയ്യപ്പനും ഭക്തന്മാരുമായിട്ട്. സാധാരണക്കാരുടെ ദൈവമാണ് അയ്യപ്പൻ. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ അതെ, ശരി. ഒരുപാട് പണവും സ്വത്തൊക്കെ ഉള്ള ആളുകൾ ഗുരുവായൂർക്ക് പോവുക. വെറും സാധാരണക്കാർ, അന്നത്തെ അത്താഴത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവരാണ് അയ്യപ്പനെ ഉപാസിക്കുന്നത്. മാത്രമല്ല ഇതിന് വലിയ വ്രതവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഈ പ്രവേശനം നിയന്ത്രിതമാണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സാധാരണക്കാരുടെ ഒരു ആരാധനാമൂർത്തിയാണ് അയ്യപ്പൻ. അതുമാത്രമല്ല ഒരു കീഴാള ക്ഷേത്രമാണ് ശബരിമല. ശബരിമലക്ക് പോകുന്നതായിരിക്കും ഈ സമൂഹത്തിൻ്റെ കീഴ് ശ്രേണിയിൽപ്പെട്ട ആളുകളാണ്. നായർക്ക് താഴെയും, നായർ മുതൽ താഴെയും, പുലയർ മുതൽക്ക് മേലോട്ടുമുള്ള സമുദായക്കാരാണ്. അതിൽ താഴെയുള്ളവരും മറ്റേതിന് മുകളിലുള്ളവരും പോകുന്നില്ല. നമ്പൂരിമാർ പൊതുവേ ശബരിമലയ്ക്ക് പോകില്ല. പുരാതന കാലം മുതൽ അങ്ങനെ. ശബരിമലയിൽ തന്ത്രവും മന്ത്രമൊക്കെ ചെയ്യും. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് നമ്പൂരിമാരടക്കമുള്ള ബ്രാഹ്മണർ വിമുഖരാണ്. കാരണം ഇതൊരു കീഴാള ക്ഷേത്രമാണ്. ഇതിൻ്റെ രീതികളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ശബരിമല. പിന്നെ ഈ ശരണം വിളി തന്നെ ബുദ്ധ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് പറയുന്നത്. ശബരിമല ധർമ്മശാസ്താവ് യഥാർത്ഥത്തിൽ ബുദ്ധൻ്റെ ഒരു രൂപമാണ് എന്ന് കരുതുന്ന ഒരു ചരിത്രകാരന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ തർക്ക വിഷയം അതല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ദേവസ്വം ബോർഡിന് പ്രശ്നമല്ല, മന്ത്രി വാസവനും പ്രശ്നമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രശ്നമല്ല. അപ്പോൾ ഇതൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെയും എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കാതെയുമാണ് ഈ പല കോലാഹലങ്ങളും നടക്കുന്നത്. BJP-ക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ്, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മുതലെടുപ്പ്, CPM-കാരെ സംബന്ധിച്ചിടത്തോളം മുതലെടുപ്പ്. ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. മാത്രമല്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അയ്യപ്പ ഭക്തന്മാർക്ക് സർക്കാരിനോട് നേരത്തെ ഒരു കോപം ഉണ്ടല്ലോ, ഏത് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ ഒരു പരിഹാരക്രിയയായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പോലും തെറ്റൊന്നുമില്ല. ഇപ്പോൾ സർക്കാരിന് തെറ്റുപറ്റില്ലേ, നമുക്ക് തെറ്റുപറ്റില്ലേ, എനിക്കും തെറ്റുപറ്റും, ലിയോയ്ക്കും തെറ്റുപറ്റും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തെറ്റുപറ്റും, ആർക്കും തെറ്റുപറ്റും. അപ്പോൾ സർക്കാർ തെറ്റായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി നവോത്ഥാനം എന്ന പേരിൽ 2 സ്ത്രീകളെ ചാക്ക കുടിപ്പിച്ച് ശബരിമലയുടെ പിൻവാതിലിൽ കൂടി ഇരുമുടിക്കെട്ടില്ലാതെ
അവിടെ പ്രവേശിപ്പിച്ചു, സന്നിധാനത്തിൽ പ്രവേശിപ്പിച്ചു. അതൊരു തെറ്റായി പോയെന്ന് ഇപ്പോൾ സർക്കാരിന് തോന്നുന്നുണ്ടാവും. അതെ. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് തന്നെ അറിയായിരുന്നു ഇത് തെറ്റാണ്, ശരിയായ രീതിയല്ല, ആക്ടിവിസ്റ്റുകൾ പോകേണ്ട സ്ഥലമല്ല ശബരിമല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വോയിസിലടങ്ങി ദേവസ്വം മന്ത്രി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കടകംപള്ളിയുടെ സമയത്തുണ്ടായ ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം മന്ത്രി വാസവന് കൈവന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. മാത്രമല്ല ഹിന്ദു സമുദായ സംഘടനകളും പ്രായണ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അത്ര വലിയ അന്ധമായ രാഷ്ട്രീയ പക്ഷപാതിത്വം ഇല്ലാത്ത എല്ലാ സംഘടനകളും, ഞാൻ ബി ജെ പിയും കോൺഗ്രസും ഒഴിച്ച്, അത് രാഷ്ട്രീയ പാർട്ടികളാണ്, മറ്റ് സംഘടനകൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും മറ്റ് ഇതര ഹിന്ദു സംഘടനകളുമൊക്കെ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് പൊതുവെ എതിർപ്പില്ലാത്തവരാണ്. അത് നടക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല കാര്യമല്ലേ? അല്ല, ഇതിപ്പോ എനിക്ക് ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു, ഇനി അയ്യപ്പ സംഗമമായിട്ട് നടക്കാതിരുന്നിട്ട് കാര്യമുള്ളത്, അത് നടക്കട്ടെ. അല്ല, ഇതിലൂടെ വലിയൊരു നിക്ഷേപം ആകർഷിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ പോലെ, ശബരിമല മാസ്റ്റർ പ്ലാൻ പോലെ ഒരു വലിയ വികസന പദ്ധതി നടപ്പിലാക്കാൻ ചിലപ്പോൾ തയ്യാറായിരിക്കും. വലിയ പദ്ധതികളാണല്ലോ നടക്കുന്നത്, വലിയ മുതൽ മുടക്കിൽ. അതെ, ഇതിൻ്റെ കൂടെ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എന്തുമാത്രം നടപ്പാകും? അത് ഇപ്പം ഭക്തന്മാരുടെ ഇടയിൽ കുമ്മനം രാജശേഖരൻ പറയുന്ന പോലൊരു തരംതിരിവ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വേറൊരു ചോദ്യമാണ്. ഇപ്പോൾ എത്രയോ ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക് അവർക്ക് ഇന്ന രീതിയിലുള്ള മെമ്പർഷിപ്പ്, മറ്റവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ VIP-കളും സാധാരണ ഭക്തന്മാരും എന്നുള്ള തരംതിരിവില്ല. വടക്കേ ഇന്ത്യയിലും ആന്ധ്രയിലൊക്കെ അങ്ങനെ തരംതിരിവുണ്ട്. കൂടുതൽ പണം കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേക ക്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സമയം അവിടെ ദർശനം നടത്താനും അവർക്ക് വിശേഷപ്പെട്ട വേറെ പ്രസാദം കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം ഉണ്ട്. ഇപ്പോൾ വിജയവാഡയിലെ കനകദുർഗ ക്ഷേത്രം എന്നൊന്നുണ്ട്. അതൊരു മലയുടെ മുകളിലാണ്. ഞാനൊരു നമ്മുടെ പാർട്ടിയുടെ ഒരു സമ്മേളനത്തിന് പോയപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന രീതിയിൽ ഈ കനകദുർഗയിൽ അടുത്ത് പോയിട്ടുണ്ട്. നമുക്കതിന് മുമ്പ് കനകദുർഗ എന്ന് പറഞ്ഞ സിനിമാ നടി മാത്രമേ പരിചയമുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താ സംബന്ധിച്ച് ഒരു മലയുടെ മുകളിലാണ്, 3 ക്യൂ ആണ്. ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ പൈസ കൊടുക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് പോകും. അതിൻ്റെ അപ്പുറത്തെ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ 100 രൂപയുടെ ടിക്കറ്റ് എടുക്കും. അതിൻ്റെ മൂന്നാമത്തെ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ 300 രൂപയുടെ ടിക്കറ്റാണ്. അപ്പോൾ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് 300 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കയറി. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഈ ശ്രീകോവിലിൻ്റെ നേരെ മുമ്പിൽ നിന്ന് തൊഴാം എന്നുള്ളതാണ് അതിൻ്റെ സൗകര്യം. അത് മാത്രമല്ല, പൂജാരി അകത്ത് നിന്ന് ഒരു ഗോളക പോലത്തെ ഒരു സാധനം കൊണ്ട് നമ്മുടെ തലയിൽ വെച്ച് നമ്മളെ അനുഗ്രഹിക്കും. അതും കൂടാതെ ഒരു ലഡു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് തെലുങ്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഖാവിനും തെലുങ്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലഡു കിട്ടുന്നത് ആരും അറിയില്ലായിരുന്നു. ഞങ്ങൾ ലഡു മേടിക്കാതെ പുറത്തു പോകുന്നു. പിന്നെ മനസ്സിലായി ലഡു പോയി എന്നുള്ളത്. അങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ട്. മറിച്ച് ഈ 100 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇതിൻ്റെ പുറകിൽ നമസ്കാര മണ്ഡപമുണ്ട്. ആ നമസ്കാര മണ്ഡപത്തിൻ്റെ അപ്പുറത്ത് നിന്ന് തൊഴാൻ പറ്റും. കാശ് കൊടുക്കാത്തവർ വളരെ പുറകിൽ, ഏറ്റവും പുറകിൽ നിന്ന് ഭഗവതിയെ തൊഴുതോളണം എന്നുള്ളതാണ് സംഭവം. പക്ഷേ അന്ന് ഞാൻ പോയ ദിവസം തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും എവിടെ നിന്ന് തൊഴാം എന്ന സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് ഇങ്ങനെയുള്ള തരംതിരിവ് ശബരിമലയിലില്ല. അത് കൊണ്ടുവരുന്നത് ശരിയല്ല. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു തരംതിരിവ് ഉണ്ടാക്കുന്നത് ശരിയല്ല. കാരണം കാലാകാലങ്ങളായിട്ട് ജാതി മതഭേദമന്യേ ആളുകൾ പോകുന്ന സ്ഥലമാണ്. മതഭേദമില്ലാതെ കേരളത്തിൽ ദർശനം നടത്താവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ശരിയാണ്. അങ്ങനെ ഒരു സവിശേഷത അവിടെ ഉണ്ട്. ബാക്കി എല്ലായിടത്തും അങ്ങ് പറഞ്ഞതുപോലെയുള്ള പ്രത്യേക ക്യൂകളുണ്ട്. അല്ല, ഇതിന് വരുന്ന വേറൊരു വശം കൂടിയുണ്ട്. അതും കൂടി ഞാൻ അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. അതായത് ഇതിപ്പോൾ കേരളത്തിൽ ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം ശക്തമാണ്. BJP-യുടെ കടന്നുവരവ് ഇടതുപക്ഷത്തെ ഒപ്പം കോൺഗ്രസിനെയും ഒക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവരുടെയൊക്കെ തന്നെ ഹിന്ദു വോട്ടിന് നല്ലൊരു പോർഷൻ അങ്ങോട്ടേക്ക് പോകുമോ എന്ന് അവർ ആശങ്കപ്പെടുന്നു. അത്തരത്തിലൊരു ആശങ്കയുടെ ഭാഗം, അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അയ്യപ്പ സംഗമവും എന്ന നിരീക്ഷണം വരുന്നുണ്ട്. അതിൽ വലിയൊരു സത്യമുണ്ട്. നമ്മൾ ഏത് കാര്യവും രാഷ്ട്രീയമായിട്ടുള്ള അവസാനം വിശകലനം ചെയ്യും. രാഷ്ട്രീയമായിട്ട്, തികച്ചും രാഷ്ട്രീയമായിട്ട് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ CPM-ന് സമീപകാലത്ത് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞത് ശബരിമലയിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീഴാള വിഭാഗക്കാരാണ് ശബരിമലയിൽ കൂടുതൽ പോകുന്നത്. പ്രത്യേകിച്ച് ഈഴവരാതി പിന്നാക്ക സമുദായക്കാർ, ഈഴവർ, തീവർ, വിശ്വകർമ്മർ, പുലയ സമുദായക്കാർ, ഇവരാണ് ശബരിമലയിൽ പോകുന്നതിൻ്റെ വാസ്റ്റ് മെജോറിറ്റി. നായർ സമുദായത്തിൽ തന്നെ താരതമ്യേന സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് പിന്തള്ളപ്പെട്ട ആളുകളാണ് ശബരിമലയ്ക്ക് പോകുന്നത്. കാശും പണമുള്ള ആളുകൾ ഗുരുവായൂർക്കും, സാധാരണക്കാർ, വളരെ സാധാരണക്കാരായ ആളുകളാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അവരുടെ ഒരു ആരാധനാമൂർത്തിയാണ് ശബരിമല അയ്യപ്പൻ. അപ്പോൾ CPM-ൽ വിശ്വസിക്കുന്നവരാണ് ശബരിമലയിൽ വിശ്വസിക്കുന്നത്. അയ്യപ്പൻ്റെയും പിണറായിയുടെയും വോട്ട് ബേസ് ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ മാസ് ബേസ് ഒന്ന് തന്നെയാണ്. ഞാനിത് പരിഹാസമായിട്ട് പറഞ്ഞതല്ല.
അത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഇദ്ദേഹം ഈ നവോത്ഥാനം നടപ്പാക്കാൻ ശ്രമിച്ചത്. പുള്ളി വിചാരിച്ച ഈ ലിംഗസമത്വം നടപ്പാക്കി കഴിയുമ്പോൾ ഇതുവരെ ശബരിമലയ്ക്ക് പോകാൻ പറ്റാതിരുന്ന സ്ത്രീകൾ അവർ ശബരിമലയ്ക്ക് പോകാൻ പറ്റാതെ വീർപ്പ് മുട്ടി കഴിയുകയാണ്. അവരെ ശബരിമല കയറ്റാൻ അനുവദിക്കുന്നതിലൂടെ പുള്ളി ഒരു വലിയ സാമൂഹ്യ പരിവർത്തനവും വിപ്ലവവും അതുവഴിക്ക് കൂടുതൽ വോട്ടുകളോട് പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവം ഉണ്ടായത് മറിച്ചാണ്. കാരണം ശബരിമലയ്ക്ക് പോകണ്ട എന്നുള്ളതാണ് സ്ത്രീകളുടെ നിലപാട്. ശബരിമലയ്ക്ക് അവർ പോകാതിരിക്കുന്നതുകൊണ്ടാണ് ശബരിമല അയ്യപ്പന് ഈ ഒരു വലിയ ദൈവികമായ ശക്തിയുള്ളത് എന്ന് അവർ വിചാരിക്കും. ആ വിശ്വാസത്തെയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഉറ്റ ആരാധകരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്തുതിഗായകരും വെല്ലുവിളിച്ചത്. അന്ന് തന്നെ പാർട്ടിയിലെ കാര്യവിവരമുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം ഇത് വലിയ പുലിവാലവും. ഞാനൊരു ചെറിയ ഉദാഹരണം ഈ സമയത്ത് പറയാം. ഈ ശബരിമല വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അപ്പോഴേക്കും കോവിഡൊക്കെ വന്നല്ലോ. ഞാൻ നമ്മുടെ വളരെ അടുപ്പക്കാരനായ ഒരു CPM നേതാവിനോട്, അത് ഇപ്പോൾ അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു ഈ ശബരിമല, പുള്ളി പറഞ്ഞു ശബരിമല നമുക്ക് ശരിക്കും ദോഷം ചെയ്യും, പാലക്കാടിന് തെക്കോട്ട് ഒരൊറ്റ സീറ്റ് ജയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർത്തിയിട്ട് പറഞ്ഞു പാലക്കാടിന് വടക്കോട്ട് ജയിക്കുകയില്ല. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ ആ നേതാവിനെ അന്നേ അറിയാം, ആ നേതാവിനല്ലേ എല്ലാ നേതാക്കന്മാർക്കും അറിയാം. ഈ നവോത്ഥാന പ്രസംഗങ്ങൾ നടക്കുമ്പോൾ തന്നെ അറിയാം ഇത് വലിയ പുലിവാലാവും എന്നുള്ളത്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്തു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റ് പോയി. കാരണം അപ്പോഴത്തേക്ക് സുപ്രീം കോടതിയിൽ മറ്റേ റിവ്യൂ പെറ്റീഷനിലെ ആ ഉത്തരവ് വന്നു, ശബരിമലയിൽ ഇപ്പോൾ നവോത്ഥാനം തൽക്കാലം വേണ്ട എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു. പിന്നീട് സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്തു ആ പഴയ ജഡ്ജ്മെൻറ്റ് താത്വികമായിട്ട് നിലവിലുണ്ടെങ്കിലും പ്രായോഗികമായിട്ടില്ല എന്ന്. ഇപ്പം ഞാൻ തന്നെ കേരള ഹൈക്കോടതിയിൽ ഒരു ചെറിയ പെൺകുട്ടിക്ക് വേണ്ടി ഒരു പെറ്റീഷൻ കൊടുത്താണ്. കറക്റ്റ് 10 വയസ്സ് സാങ്കേതികമായിട്ട് പൂർത്തീകരിച്ചു. സാങ്കേതികമായിട്ട് 10 വയസ്സായി. അതുകൊണ്ട് കോവിഡ് കാരണം ഇവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ്. ഉടനെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, ഈ കുട്ടിക്ക് ദർശനത്തിന് അനുവാദം നൽകണം. ഞാൻ ആക്ടിവിസ്റ്റൊന്നുമല്ല, ഒരു സാധാരണ ഭക്ത മാത്രമാണ്, 10 വയസ്സായിട്ടുള്ളൂ. 10 വയസ്സ് സാങ്കേതികമായിട്ട് കഴിഞ്ഞു പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ കോടതി സമ്മതിച്ചില്ല. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അത് തള്ളിയെന്ന് മാത്രമല്ല വിധി പത്രത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു ആശയ്ക്ക് ഒരു ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ആകാംക്ഷയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഈ ഭക്തന്മാരെ ഒന്ന് പ്രീണിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പണ്ട് ചെയ്തു പോയ തെറ്റിൻ്റെ ഒരു പശ്ചാത്താപമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്നാണല്ലോ. അതെ. അപ്പോൾ സത്യത്തിൽ അതായിട്ട് കണക്കാക്കിയാൽ മതി. അതിനേക്കാൾ വലിയ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കേണ്ടതില്ല. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൊമേഴ്സ്യൽ വശം കൂടി, ഇതിപ്പോൾ ചിലരൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നുവെങ്കിൽ തന്നെയും അതിനൊരു സാധ്യത കൂടെ ഇല്ലേ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം ഇവിടെ ഒരു ടൗൺഷിപ്പ് പോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. മറ്റുള്ളവർ പറയുന്നത്, ആക്ഷേപമായി പറയുന്നത് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുകയാണ്. പക്ഷേ ഇതൊരു പിൽഗ്രിമേജ് അല്ലെങ്കിൽ ഇതൊരു ഒരു സ്പിരിച്വൽ കേന്ദ്രമാണല്ലോ. അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്, അതിലൂടെ കമ്മീഷൻ പണം അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കുറേ കൂടിയൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതല്ലേ? അവിടുത്തെ സാധ്യതകളെല്ലാം നമ്മൾ ടാപ്പ് ചെയ്യേണ്ടതല്ലേ? കുറേ കൂടി വികസനം അവിടെ വരണം, കുറേ കൂടി നിക്ഷേപം വരണം. അങ്ങനെ കൂടുതൽ പേരെ ആകർഷിക്കുന്ന ഒരു പാൻ ഇന്ത്യ പിൽഗ്രിമേജ് സെൻ്ററായി ശബരിമലയെ മാറ്റേണ്ടത് അത്യാവശ്യമല്ലേ? അതിലെന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ശബരിമലയിൽ എത്ര വികസനം നടത്താനും ദേവസ്വം ബോർഡിൻ്റെ പൈസ ഇല്ലാണ്ടൊന്നുമല്ലോ. അതിനു വേണ്ടിയിട്ട് ഈ കോടീശ്വരന്മാരെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച് അവരിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പ്ലാറ്റിനം മെമ്പർഷിപ്പ്, ഡയമണ്ട് മെമ്പർഷിപ്പ്, ഗോൾഡൻ മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അവിടെ ധാരാളം പൈസ ഉണ്ട്. ഇനി മാത്രവുമല്ല, ഇവർ ഈ പറയുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദം വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഈ വരുന്ന ആളുകൾ ഇപ്പോൾ 3 ദിവസം ശബരിമലയിൽ താമസിച്ച് ദർശനം നടത്താമെന്നൊക്കെ പറഞ്ഞ് എന്തൊരു അസംബന്ധമാണ് ആലോചിച്ചു. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അവർക്ക് വരുമ്പോൾ അവിടെ വല്ല മൂത്രം ഒഴിക്കാനോ മുഖം കഴുകാനൊക്കെയുള്ള സൗകര്യം സർക്കാരിന് ചെയ്തു കൊടുക്കാമെന്നല്ലാതെ 3 ദിവസം അവിടെ താമസിപ്പിച്ച് കൊണ്ട് നടന്ന് ദർശനം നടത്തിക്കലൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, ശബരിമലയിൽ യഥാർത്ഥ ഭക്തന്മാർ ഇങ്ങനെ ഇത്ര ഒരു VVIP ട്രീറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരോ ആവശ്യപ്പെടുന്നവരോ അല്ല. അങ്ങനെയുള്ളൊരു ശബരിമലയ്ക്ക് പോകില്ല. ശരിയാണ്. ശബരിമലയ്ക്ക് പോകുന്നവർ അത്യാവശ്യം ക്ലേശമൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അല്ലാണ്ട് വലിയ അബ്കാരി കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ ആ വിഭാഗം, നമ്മൾ ഈ തിരുപ്പതി ദേവസ്ഥാനത്ത് ദർശനത്തിന് പോകുന്ന വലിയ VIPകൾ, വലിയ കള്ളക്കടത്തുകാർ അല്ലെങ്കിൽ വലിയ സിനിമാ നിർമ്മാതാക്കൾ, അതുമല്ലെങ്കിൽ കോടാനുകോടി രൂപ നികുതി വെട്ടിപ്പെടുത്തുന്നവരൊക്കെയാണ്. കാരണം അവർക്ക് അവിടെ പോയാലേ മനസ്സിന് ശാന്തി കിട്ടുള്ളൂ. കാരണം ഇൻകം ടാക്സുകാർ എപ്പോഴാണ് കഴുത്തിന് പിടിക്കുക, എപ്പോഴാണ് എൻഫോഴ്സ്മെൻറ്റുകാർ കൊങ്ങയ്ക്ക് പിടിക്കാമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ച് വിഷാദിച്ചിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഈ ദേവസ്ഥാനത്ത് ഏറ്റവും അധികം പൈസ വന്ന് വീഴുന്നത്. ശബരിമലയെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സാധാരണക്കാരാണ്, പാവപ്പെട്ട ചായക്കട നടത്തുന്നവരും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും സാധുക്കൾ, സാധാരണക്കാരാണ് കൂടുതൽ പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ VVIP ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമായിട്ട് വരില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയും, ഇത് അന്ധവിശ്വാസത്തിൻ്റെ പരിധിക്കകത്ത് കിടക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ശബരിമലയിൽ കൊണ്ടുവരാനായിട്ട് ശ്രീമാൻ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി. അദ്ദേഹം ശബരിമലയിൽ ഹെലിപ്പാഡ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ കൊണ്ടു. കരുണാകരൻ അന്ന് വിചാരിച്ച് എന്തും നടക്കും. ഇന്ദിരാഗാന്ധി വളരെ പവർഫുള്ളാണ്, വേറെ അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഹെലിപ്പാഡ് ഉണ്ടാക്കാനുള്ള ശ്രമം വന്നപ്പോൾ അതിനെതിരെ വലിയ ഈ വിപ്രതിപത്തി ജനങ്ങളുടെ ഭാഗത്തുണ്ടായി. പക്ഷേ അടുത്ത കൊല്ലത്തേക്ക് ഇത് നടപ്പാക്കാൻ പറ്റില്ല. അതിനോട് ഇന്ദിരാഗാന്ധി പിടികൊണ്ട് ഭരിച്ചു. അതുകൊണ്ട് ശബരിമല ഹെലിപ്പാഡ് ഉണ്ടായില്ല, റോപ്പ് വേ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ആ പ്രശ്നം തീർന്നു പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ശബരിമലയെ മാറ്റുക പ്രായോഗികമല്ലോ പ്രാവർത്തികവുമല്ല. പിന്നെ ഈ പേര് പറഞ്ഞ് ഇങ്ങനെ കോടീശ്വരന്മാരായ ആളുകൾ, പ്രത്യേകിച്ച് പ്രവാസികൾ, ശബരിമലയ്ക്ക് വേണ്ടി കുറച്ച് പൈസ മുടക്കാൻ തയ്യാറായി വരുന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് ആ പൈസ മേടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമേ നമ്മുടെ മന്ത്രി വാസവനുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. അല്ല, ഈ ഒരു ഈ സംഗമത്തിലൂടെ പണ്ട് നിരാശപ്പെട്ടവർ അല്ലെങ്കിൽ ആശങ്കപ്പെട്ടവർ, സർക്കാരിനോട് പരിഭവിച്ചവർ, പഴയ അങ്ങ് സൂചിപ്പിച്ച പോലെ ആചാര ലംഘന ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്ന പ്രശ്നങ്ങളും കേസുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അന്ന് ആൾക്കാർ, ഈ പോലീസുകാരൊക്കെ തന്നെ ഭക്തരെ വളരെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ ഇടതുപക്ഷത്തിന് ഇത്തരത്തിലൊരു സംഗമത്തിലൂടെ സാധിക്കുമോ? അങ്ങെന്താണ് കരുതുന്നത്, ആ ഒരു വൈകാരിക വശം? അതെ, വൈകാരിക വശം തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ വൈകാരിക വശം മാത്രമല്ല, വൈകാരിക വശമൊക്കെ ഇപ്പം മിക്കവാറും കെട്ടടയ്ക്കല്ലോ. കാരണം സുപ്രീം കോടതി മറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നവോത്ഥാനം എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഇല്ലണ്ടേ, ആ സംഗതി പോയി. നവോത്ഥാനം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്, അത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട് ലിംഗനീതി, ലിംഗസമത്വം നടപ്പാക്കി നവോത്ഥാനം പൂർത്തീകരിക്കുക എന്നുള്ള ആ ആശയം പോയി. മാത്രമല്ല, ബിന്ദു അമ്മിണിക്ക് പ്രവേശനമില്ല, ബിന്ദു അമ്മിണി അങ്ങോട്ട് വരണ്ട എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ബിന്ദു അമ്മിണി പ്രതികരിക്കുന്നത് എന്തിനാണ്? അതെ, ലിംഗ സമത്വത്തെയാണ്, അല്ലെങ്കിൽ ശബരിമലയിലെ യുവതി പ്രവേശനം എന്ന ആശയത്തെയാണ്. സുപ്രീം കോടതി പറഞ്ഞ എന്താണ് ഭരണഘടനാപരമായിട്ടുള്ള മൂല്യ സംരക്ഷണത്തെയാണ്. അപ്പോൾ ആ സംരക്ഷണമൊക്കെ പോയി, ആ വിഷയം ഇപ്പം ഇല്ല, അങ്ങനൊരു സംഗതിയേ ഇല്ല. അതൊക്കെ ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ അത് പോയി. അതിന് പകരം ഈ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം നടത്തുകയും ശബരിമലയുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, അതിൻ്റെ കൂടുതൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കിയിട്ട്, അതെ, അതുകൊണ്ട് ഈ ഹിന്ദു വോട്ടുകൾ കുറേയൊക്കെ BJPയിലേക്ക് പോയ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് കീഴാളപക്ഷത്തുള്ള ഈഴവരാതി പിന്നാക്ക സമുദായക്കാരെ എങ്കിലും തിരിച്ച് അവരുടെ കൊടിക്കീഴിലേക്ക്, അവരുടെ കുടക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വിചാരിച്ചാൽ മതി. അത് രാഷ്ട്രീയമായിട്ട് ഉള്ളൊരു ഗൂഢലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ഈ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് പിന്നാക്ക സമുദായക്കാരുടെ വോട്ടുകൾ കൂടുതലായിട്ട് BJPയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ അകന്നു പോകുന്ന പോലുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ മണ്ഡലത്തിലൊക്കെ ഉള്ള റിസൾട്ട്, ഈവൻ കണ്ണൂർ, കോഴിക്കോട്, വടകര ഉള്ള മണ്ഡലങ്ങളിൽ പോലും ഉണ്ടത്. അപ്പോൾ അത് പരമാവധി തിരിച്ചു കൊണ്ടുവരിക, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയുടെ സകല ശക്തിയും പ്രയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ BJPയിലേക്ക് പോകാതെ നോക്കുക. പിന്നെ ന്യൂനപക്ഷ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം CPM ഇപ്പോൾ തീരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ചെറിയൊരു % വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം മറുഭാഗം വളരെ ശക്തമാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, എല്ലാ ചാണ്ടി ഭണ്ഡാരങ്ങളും ഇപ്പോൾ എവിടെയാണ്? UDFയിലാണ്. അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് പറയത്തക്ക വോട്ടൊന്നും കിട്ടുകയില്ല. ഇപ്പോൾ അവരെ പ്രീണിപ്പിച്ചിട്ട്, അവരെ സന്തോഷിപ്പിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. എന്നാൽ പിന്നെ ഹിന്ദു വോട്ട് പോകാതെ നോക്കുക എന്നുള്ളൊരു ഉദ്ദേശം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പുറകിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാവുന്ന ഒരു ഗൂഢലക്ഷ്യം. ആ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള ഒരു ഈർഷ്യയാണ്, അല്ലെങ്കിൽ അതിലുള്ള അസഹിഷ്ണുതയാണ്, അതിലുള്ള ബേജാറാണ് ഈ BJP നേതാക്കന്മാരും കൂടി പ്രകടമാകുന്നത്. ഇനിയിപ്പോൾ ഇവർ എന്ത് ചെയ്താലും, സർക്കാർ ഗുണം ചെയ്താലും ദോഷം ചെയ്താലും എതിർക്കുക എന്നുള്ളൂ പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം, പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അവരെതിർക്കും. അതെ. പിന്നെ അങ്ങനെ ഒരു അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത് കൊണ്ട് ഇവരുടെ കൂടെയുള്ള മുസ്ലിം വോട്ട് പോകാതെ സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശവും ഒരു ഉത്തരവാദിത്വം കൂടി അവരുടെ കൂടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ എല്ലാ ഭാവവും ക്ലിയറായില്ല. തീർച്ചയായിട്ടും വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെയാണ് അയ്യപ്പ സംഗമം കേരളത്തിൽ വഴിവെച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി അത് നടക്കുന്നുണ്ട്. എന്തായാലും അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ ഇനി അധിക ദിവസമില്ല. 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. എല്ലായിടത്തു നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുവരികയാണ്. അതിലൂടെ അയ്യപ്പ ഭക്തനും അയ്യപ്പ ക്ഷേത്രത്തിനും, ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. പക്ഷേ ഇതിനപ്പുറത്തുള്ള പൊളിറ്റിക്കൽ ലക്ഷ്യമല്ലേ ഇടതുപക്ഷത്തിന് ഇതിലൂടെ ഉള്ളത് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നവർ നിരവധിയാണ്. മറുവശം എന്തായാലും എതിർപ്പുന്നയിക്കുക സ്വാഭാവികം തന്നെയാണ്.
പക്ഷേ ഈ രാഷ്ട്രീയ നാടകങ്ങളുടെ അന്ത്യം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയായിരിക്കും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.